Logic, School of Management. ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിംഗ് പഠിച്ചു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മളിന്ന് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കാൻ പോവാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലെ ഇന്ന് നമ്മൾ പഠിക്കുന്ന മെറ്റീരിയൽ വേരിയൻസ് ഉഴുന്നുവടയും ഉണ്ടംപൊരിയും എക്സാമ്പിൾസ് ആയി എടുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തുടങ്ങാം നമുക്ക്. ഒരു സ്റ്റാറ്റിക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സിംഗിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വെച്ചിട്ടാണ്. നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് ഈ ബഡ്ജറ്റഡ് ഔട്ട്പുട്ടുമായി ഡിഫറൻസ് ആയിട്ട് വന്നാൽ ഫർദർ കമ്പാരിസണോ പെർഫോമൻസ് ഇവാലുവേഷനോ ഡിഫിക്കൽട്ടാകും. അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയാൽ അതൊരു ആപ്പിളും ബനാനയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് പോലെയാണ്. അതേസമയം ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ നമ്മളൊരു പുതിയ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ഈ പുതിയ ബഡ്ജറ്റ് ആക്ച്വൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബഡ്ജറ്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ബനാന ടു ബനാന കമ്പാരിസൺ ആണെന്ന് പറയാം. ഇവിടെ കമ്പാരിസണും പെർഫോമൻസ് ഇവാലുവേഷനും ഈസി ആകുന്നതോടൊപ്പം കോസ്റ്റ് കൺട്രോളും ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വരയ്ക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് രണ്ട് കോസ്റ്റ് എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫിക്സഡ് കോസ്റ്റ്. ഇതിൽ വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കൂടിയാൽ വേരിയബിൾ കോസ്റ്റ് കൂടും, ഔട്ട്പുട്ട് കുറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കുറയും. അതേ സമയത്ത് ഫിക്സഡ് കോസ്റ്റ് റെലവൻറ്റ് റേഞ്ച് വരെ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കും. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പെർഫോമൻസ് ഇവാലുവേഷനും കോസ്റ്റ് കൺട്രോളും ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് കൺസെപ്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വേരിയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നോർമലി ഫ്ലെക്സിബിൾ ബഡ്ജറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസ് വേരിയൻസ്, ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസ്, ഡയറക്റ്റ് ലേബർ വേരിയൻസ്, വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ്, ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് എന്നിങ്ങനെയാണ്. നമുക്കിനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ബെഞ്ച് മാർക്സ് ആണ് സ്റ്റാൻഡേർഡ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നോർമലി രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ്സ്, സെക്കൻഡ് പ്രൈസ് സ്റ്റാൻഡേർഡ്സ്. ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തുമാത്രം ഇൻപുട്ട് യൂസ് ചെയ്യണം, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ്സ്. അതേസമയം പ്രൈസ് സ്റ്റാൻഡേർഡിൽ ഒരു ഇൻപുട്ടിന് എന്തുമാത്രം പ്രൈസ് നമുക്ക് പേ ചെയ്യാൻ പറ്റുമോ, ദാറ്റ് ഈസ് പ്രൈസ് സ്റ്റാൻഡേർഡ്സ്. ഇനി നമുക്ക് വേരിയൻസ് അനാലിസിസിലേക്ക് പോവാം. ജനറലി വേരിയൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ക്വാണ്ടിറ്റി വേരിയൻസ് എന്നും പ്രൈസ് വേരിയൻസ് എന്നും. ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ കേസിൽ ഈ ക്വാണ്ടിറ്റി വേരിയൻസിന് ആരാണ് റെസ്പോൺസിബിൾ ആവുന്നത്? അത് പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കും. അതേസമയം പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മെറ്റീരിയൽസിൻ്റെ കേസിൽ പർച്ചേസ് മാനേജർക്കായിരിക്കും ഈ പ്രൈസ് വേരിയൻസ് വന്നാൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഒരു ഉഴുന്നുവട എക്സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും ക്വാണ്ടിറ്റി വേരിയൻസും പഠിക്കാം. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും ക്വാണ്ടിറ്റി വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡേറ്റ നമുക്ക് നോക്കാം. ആദ്യം സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബഡ്ജറ്റഡ് ഔട്ട്പുട്ട്, നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്? ഉഴുന്നുവടയാണ്. അപ്പോൾ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് 30 എണ്ണം. ആ 30 ഔട്ട്പുട്ട് വട ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട ഇൻപുട്ട് എത്രയാ? ദാറ്റ് ഈസ് ബഡ്ജറ്റഡ് ഇൻപുട്ട്. അത് 1.5 കിലോ. ഇനി 1 കിലോ ഉഴുന്നിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നിരിക്കുന്നത് 70. ഇനി ആക്ച്വൽ ഡേറ്റ നോക്കിയാൽ ആക്ച്വൽ ഔട്ട്പുട്ട്, ആക്ച്വലി ഉണ്ടാക്കിയ ഉഴുന്നുവടയുടെ എണ്ണം 28. പക്ഷെ 28 വട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര ആക്ച്വൽ ഇൻപുട്ട് എടുത്തു? ഉഴുന്നെടുത്തു 1.5 കിലോ. ഇനി ഉഴുന്ന് വാങ്ങാൻ വില കൂടിയിട്ടോ? ആക്ച്വൽ പ്രൈസ് എത്രയാ ഉഴുന്നിൻ്റെ വന്നിരിക്കണേ? 75 രൂപ പെർ kg. ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കാം.
ആദ്യം മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ നോക്കൂ. സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ്. ഈ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ ക്വാണ്ടിറ്റി എന്തിന്റെ ഇൻഫർമേഷൻ ആണ്? ഔട്ട്പുട്ടിന്റെ ആണോ ഇൻപുട്ടിന്റെ ആണോ? ഇൻപുട്ടിന്റെ ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ് തന്നിരിക്കണേ? 1 കിലോ ഉഴുന്നിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് 70 രൂപ, ഉഴുന്നിന്റെ ആക്ച്വൽ പ്രൈസ് 75 രൂപ. അങ്ങനെ എത്ര കിലോ ഉഴുന്ന് നമ്മൾ യൂസ് ചെയ്തു? 1.5 കിലോ. അപ്പോൾ വേരിയൻസ് എത്രയാ? 7 രൂപ 50 പൈസ. 7.5 അൺഫേവറബിൾ. അപ്പം നമുക്ക് 7 രൂപ 50 പൈസ ലോസ് ആയി. ഇനി ആ ഇൻഫർമേഷൻ നോക്കൂ. സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് ഉർദു ദാൽ, ഉഴുന്നിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാ? 70 ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ആക്ച്വൽ പ്രൈസ് 75 അതും തന്നിട്ടുണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി 1.5 കിലോ. ഇതും ക്വസ്റ്റ്യനകത്തുള്ള ഇൻഫോർമേഷൻ. അടുത്തതായി മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ്. എന്താണ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസിന്റെ ഇക്വേഷൻ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ് കിട്ടിയിരിക്കണേ? 1.4 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി 1.5 മൾട്ടിപ്ലൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് ഇൻപുട്ട് ദാറ്റ് ഈസ് 70. ഇവിടെ ഓർത്തിരിക്കണം, ഈ 1.4ഉം അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് പ്രൈസും എന്തിന്റെ ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ എന്തിന്റെ ഡേറ്റയാണ്? ഇൻപുട്ടിന്റെ ആണ്. അപ്പൊ റിസൾട്ട് എന്താണ്? 7 അൺഫേവറബിൾ. 7 രൂപ ലോസ് വന്നിരിക്കുന്നു. ഇനി ആ ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. 1.5 കിലോ ഉഴുന്നിൽ നിന്ന് എത്ര വടയുണ്ടാക്കാം? സ്റ്റാൻഡേർഡ് എന്താ പറയുന്നേ? 30 വടയുണ്ടാക്കാം. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുന്ന ഫിഗർ ഏതാണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എങ്ങനെ കിട്ടിയെന്നായിരിക്കാം. അപ്പൊ ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എങ്ങനെ കിട്ടിയെന്ന് നോക്കണ്ടേ? 1.5 കിലോ ഉഴുന്നിൽ നിന്ന് 30 വട ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ 28 വടയുണ്ടാക്കാൻ വേണ്ടി ആക്ച്വൽ ഔട്ട്പുട്ട് 28 ആണ്. എത്ര കിലോ ഉഴുന്ന് വേണം? എത്ര കിലോ ഉഴുന്ന് വേണമായിരുന്നു? 1.4 kg. ഈ 1.4 kg നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കേണ്ട ഇൻപുട്ട്, അതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അപ്പൊ നമ്മുടെ എക്സാമ്പിളിൽ 30 വട ഉണ്ടാക്കാൻ 1.5 കിലോ ഉഴുന്നാണ് എടുക്കേണ്ടതെങ്കിൽ 28 വട ഉണ്ടാക്കാൻ 1.4 kg ഉഴുന്നാണ് എടുക്കേണ്ടത്. ആ 1.4 kgയെ ആക്ച്വൽ ഔട്ട്പുട്ടായ 28 വട കിട്ടാൻ എടുക്കേണ്ട ഇൻപുട്ട് 1.4 kgയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. നമുക്കിനി റെക്കൺസിലിയേഷൻ ഇക്വേഷൻ നോക്കാം. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. നമ്മുടെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എത്രയാ? 7.5 അൺഫേവറബിൾ. ക്വാണ്ടിറ്റി വേരിയൻസ് എത്രയാ? 7 അൺഫേവറബിൾ. ടോട്ടൽ എത്രയാണ്? 14.5 അൺഫേവറബിൾ. ഇതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഈ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്കൊരു ഡയറക്റ്റ് ഇക്വേഷൻ കൂടിയുണ്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് വിത്ത് ആക്ച്വൽ പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാ? 1.4 മൾട്ടിപ്ലൈഡ് വിത്ത് 70 സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാ? 1.5 മൾട്ടിപ്ലൈഡ് വിത്ത് ആക്ച്വൽ പ്രൈസ് എത്രയാ? 75. സോ ആൻസർ ഈസ് 98 മൈനസ് 112.5. റിസൾട്ട് ഈസ് 14.5 അൺഫേവറബിൾ. അപ്പൊ ഡയറക്റ്റ് ഇക്വേഷന് കിട്ടിയ 14.5 തന്നെയാണ് നമുക്ക് റിക്കൺസിലേഷൻ ഇക്വേഷന് കിട്ടിയ 14.5. അപ്പൊ നമ്മള് ഉഴുന്നുവടയിലൂടെ ഇപ്പൊ പഠിച്ചത് ക്വാണ്ടിറ്റി വേരിയൻസും പ്രൈസ് വേരിയൻസും ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസിനെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്നും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്മളിനി പഠിക്കാൻ പോകുന്നത് മിക്സ് വേരിയൻസും ഈൽഡ് വേരിയൻസുമാണ്. നമുക്കിനി മിക്സ് വേരിയൻസും ഈൽഡ് വേരിയൻസും പഠിക്കാൻ ഉണ്ടംപൊരി എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം, എന്തുകൊണ്ട് നമ്മൾ ഉഴുന്നുവട വെച്ച് മിക്സ് വേരിയൻസും ഈൽഡ് വേരിയൻസും പഠിക്കുന്നില്ല എന്ന്. അതിന് കാരണം ഇതാണ്, ഉഴുന്നുവട ഉണ്ടാക്കാൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇൻപുട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉഴുന്ന് മാത്രമാണ്. അപ്പം വീണ്ടും സംശയം വരാം,
അതിനകത്ത് ഉപ്പും മുളകും ഒക്കെ ഉണ്ടല്ലോ ഒന്ന്. ഉഴുന്നുവടയിൽ യൂസ് ചെയ്യുന്ന ഉപ്പും മുളകും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതേസമയം ഉണ്ടംപൊരി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടംപൊരിയിൽ 2 മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. അവിടെ ഷുഗറും വരുന്നുണ്ട്, മൈദയും വരുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, മിക്സ് വേരിയൻസും ഈൽഡ് വേരിയൻസും കമ്പ്യൂട്ട് ചെയ്യാൻ ഔട്ട്പുട്ടിൽ ഒന്നിൽ കൂടുതൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇൻപുട്ട് ഉണ്ടാവണം. സോ മിക്സ് വേരിയൻസിനും ഈൽഡ് വേരിയൻസും ഉള്ള ഡേറ്റ നോക്കുകയാണ് നമ്മൾ. ആദ്യമായിട്ട് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാൻഡേർഡ് ഡേറ്റ, ബഡ്ജറ്റഡ് ഔട്ട്പുട്ട്. എന്താ നമ്മുടെ ഔട്ട്പുട്ട്? ഇവിടെ ഉണ്ടംപൊരിയാണ്, 30 എണ്ണം, 30 നമ്പേഴ്സ്. അതിൻ്റെ ബഡ്ജറ്റഡ് ഇൻപുട്ട്. അപ്പോൾ 30 ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നമുക്ക് 2 മെയിൻ റോ മെറ്റീരിയൽ, ദാറ്റ് ഈസ് മൈദ ആൻഡ് ഷുഗർ. മൈദയുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എത്രയാണ്? 1000 ഗ്രാം 1 കിലോ. ഷുഗർ 250 ഗ്രാം 1/4 കിലോ. ടോട്ടൽ 30 ഉണ്ടംപൊരി ഉണ്ടാക്കാൻ 1250 ഗ്രാം. അവിടെ ബ്രാക്കറ്റിൽ അതിൻ്റെ പ്രപ്പോർഷനോടെ തന്നിട്ടുണ്ട്. അതായത് ഉണ്ടംപൊരിയിൽ 80% മൈദയും 20% ഷുഗറുമാണെന്നുള്ള സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ തന്നിട്ടുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് പ്രൈസ് നോക്കൂ. മൈദയുടെ 0.1 per gram. ഷുഗറിൻ്റെ എത്രയാണ് സ്റ്റാൻഡേർഡ് പ്രൈസ്? 0.15 per gram. ഇനി ആക്ച്വൽ ഡേറ്റ നോക്കൂ. ആക്ച്വൽ ഔട്ട്പുട്ടും ആക്ച്വൽ ഉണ്ടംപൊരി എത്രയാ? 30 തന്നെയാണ്. പക്ഷേ ഇൻപുട്ട് നോക്കൂ, ഇൻപുട്ട് മാറി. മൈദ 1190 ഗ്രാം, ഷുഗർ 210 ഗ്രാം. ടോട്ടൽ എത്രയാ? 30 ഔട്ട്പുട്ടിന് 30 ഉണ്ടംപൊരി ഉണ്ടാക്കാൻ 1400 ഗ്രാം യൂസ് ചെയ്തു. അത് മാത്രമല്ല, ബ്രാക്കറ്റ് നോക്കൂ, ആക്ച്വൽ പ്രപ്പോർഷൻ മാറിപ്പോയി. 80% 20% സ്റ്റാൻഡേർഡിൽ പറഞ്ഞപ്പോൾ ആക്ച്വൽ പ്രപ്പോർഷൻ എത്രയായി മാറി? മൈദയുടെയും ഷുഗറിൻ്റെയും 85%ഉം 15%ഉം. നോട്ട് ചെയ്യണത്. മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനും, ഇപ്പം നമ്മുടെ എക്സാമ്പിൾ, നമ്മുടെ ഡേറ്റയിൽ മൈദയുടെയും ഷുഗറിൻ്റെയും സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ എത്രയാ? 80ഉം 20ഉം. പക്ഷെ ആക്ച്വലി യൂസ് ചെയ്ത പ്രപ്പോർഷൻ എത്രയാ? 85ഉം 15ഉം. അപ്പം മൈദയുടെയും ഷുഗറിൻ്റെയും ഈ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനും ആക്ച്വൽ പ്രപ്പോർഷനും ഡിഫറൻ്റ് ആയാൽ സംഭവിക്കുന്ന വേരിയൻസ് ആണ് മിക്സ് വേരിയൻസ്. മിക്സ് വേരിയൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. Mixed variance is equal to revised standard quantity minus actual quantity multiplied with standard price of material. മൈദയുടെ റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 1120. അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ മൈദയുടെ റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്? 1120 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി 1190 മൾട്ടിപ്ലൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് മൈദ, ദാറ്റ് ഈസ് 0.10. ആൻസർ ഈസ് -7. ഷുഗറിൻ്റെയോ റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 280, ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാ? 210 മൾട്ടിപ്ലൈഡ് വിത്ത് 0.15 സ്റ്റാൻഡേർഡ് പ്രൈസ്. ആൻസർ എത്രയാണ്? 10.5 പോസിറ്റീവ്, ഫേവറബിൾ. സോ ടോട്ടൽ മിക്സ് വേരിയൻസ് 10.5 പോസിറ്റീവ് ആണ്, 7 മൈനസ് ആണ്. സോ നെറ്റ് ഈസ് 3.5 ഫേവറബിൾ. നമുക്ക് ഇൻഫർമേഷൻ നോക്കിയാൽ സ്റ്റാൻഡേർഡ് പ്രൈസും മൈദയുടെയും ഷുഗറിൻ്റെയും തന്നിട്ടുണ്ട്. 0.10യും 0.15ഉം ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ടത്. അപ്പം നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്? റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ്. റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആക്ച്വൽ ഇൻപുട്ട് എന്ന് പറയുന്നത് 1400 ആണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഓഫ് മൈദ ആൻഡ് ഷുഗർ എത്രയാ? 80ഉം 20ഉം. അപ്പം ആക്ച്വൽ ഇൻപുട്ടായ 1400നെ 80-20 പ്രപ്പോർഷനിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് 1120യും 280യും. ഈ 1120 280 ഈ ഫിഗേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. സോ ഒരിക്കൽ കൂടി, ആക്ച്വൽ ഇൻപുട്ടിനെ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിലേക്ക് മാറ്റുന്ന 80-20 സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനിലേക്ക് മാറ്റിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് റിവൈസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഇൻപുട്ടിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ടും കിട്ടേണ്ട ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മുടെ ആക്ച്വൽ ഇൻപുട്ട് എത്രയാ? 1.4 kg. 1.4 kg കിട്ടിയത് എത്രയാ?
30 ഔട്ട്പുട്ട് ഉണ്ടംപൊരി അല്ലേ? കിട്ടേണ്ടതിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. അപ്പോൾ ആക്ച്വൽ ഇൻപുട്ടിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ടും കിട്ടേണ്ട ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈൽഡ് വേരിയൻസ്. നമുക്ക് ആദ്യം ഈൽഡ് വേരിയൻസിന്റെ ഇക്വേഷൻ നോക്കാം. ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് മൾട്ടിപ്ലൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് വൺ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്കറിയാം 30 ആണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ അത് 33.6 ആണ്. അതേപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് വൺ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് 4.583, അത് നമ്മൾ കണ്ടുപിടിക്കും. ആൻസർ ഈസ് 16.5 അൺഫേവറബിൾ. ഇനി നമുക്ക് ആ ഇൻഫർമേഷനിലേക്ക് നോക്കാം, എങ്ങനെയാണ് ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ പറയുന്നു 1 കിലോ 1250 ഗ്രാമിൽ നിന്ന് എത്ര ഔട്ട്പുട്ട് കിട്ടണം, എത്ര ഉണ്ടംപൊരി കിട്ടണം? 30 ഉണ്ടംപൊരി കിട്ടണം. അങ്ങനെയെങ്കിൽ ആക്ച്വൽ ഇൻപുട്ടായ 1400 നിന്ന് 1.4 kg നിന്ന് എത്ര ഉണ്ടംപൊരി കിട്ടണമായിരുന്നു? 33.6. ഈ 33.6നെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് വൺ ഔട്ട്പുട്ട്, 1 കിലോ മൈദ അറ്റ് ദ റേറ്റ് ഓഫ് 0.1 ഇറ്റ് ഈസ് 100. അതേപോലെ ഷുഗർ 250 ഗ്രാം ഷുഗർ അറ്റ് ദ റേറ്റ് ഓഫ് 0.15 37.5. സോ ടോട്ടൽ കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 137.5. ഈ 137.5 ഈസ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് 30 ഉണ്ടംപൊരി. അപ്പോൾ ഒരു ഉണ്ടംപൊരിയുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാ? 137.5 divided by 30, that is 4.583. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് വൺ ഔട്ട്പുട്ട്. ഇനി നമുക്ക് ആ റിക്കൺസിലിയേഷൻ ഫോർമുല നോക്കാം. മിക്സ് വേരിയൻസ് പ്ലസ് ഈൽഡ് വേരിയൻസ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി വേരിയൻസ്. നമ്മുടെ മിക്സ് വേരിയൻസ് എത്രയാ? 3.5 ഫേവറബിൾ. ഈൽഡ് വേരിയൻസ് എത്രയാ? 16.5 അൺഫേവറബിൾ. സോ ക്വാണ്ടിറ്റി വേരിയൻസ് ഈസ് 13 അൺഫേവറബിൾ. ഇത് നമ്മൾ ആദ്യമേ പഠിച്ച ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ഫോർമുലയിൽ എന്തായിരുന്നു നമ്മുടെ ഡയറക്റ്റ് ഫോർമുല? ക്വാണ്ടിറ്റി വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. മൈദയുടെ 30 ഉണ്ടംപൊരി ഉണ്ടാക്കാനുള്ള മൈദയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാ? 1000. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാ? 1190 മൾട്ടിപ്ലൈഡ് വിത്ത് 0.10 സ്റ്റാൻഡേർഡ് പ്രൈസ്. എമൗണ്ട് എത്രയാ? 19 അൺഫേവറബിൾ. ഷുഗർ എത്രയാ? 30 ഉണ്ടംപൊരിയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ എത്രയാ? 250. ആക്ച്വൽ എത്രയാ? 210 മൾട്ടിപ്ലൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് പ്രൈസ് 0.15. എമൗണ്ട് ഈസ് 6 ഫേവറബിൾ. സോ ടോട്ടൽ എടുത്താൽ 19 unfavorable and 6 favorable. Result is 13 unfavorable. ഇത് തന്നെയാണ് റിക്കൺസിലിയേഷൻ ഫോർമുലയിലും കിട്ടിയത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഈൽഡ് വേരിയൻസും മിക്സ് വേരിയൻസും ഈ ഉണ്ടംപൊരിയുടെ എക്സാമ്പിളിലൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഉഴുന്നുവടയുടെയും ഉണ്ടംപൊരിയുടെയും എക്സാമ്പിൾസിലൂടെ നമ്മൾ പഠിച്ചതെന്ന് മെറ്റീരിയൽ വേരിയൻസ് ആണ്. മെറ്റീരിയൽ പ്രൈസ്, ക്വാണ്ടിറ്റി, മിക്സ്, ഈൽഡ് വേരിയൻസ് ആണ്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? Logic, School of Management.